യുജി പേപ്പർ ചോർച്ച കേസിൽ 13 പ്രതികൾക്കെതിരെ സിബിഐ കുറ്റപത്രം സമർപ്പിച്ചു. ദില്ലിയിലെ റോസ് അവന്യൂ കോർട്ടിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. വിവരങ്ങളുമായി ഫെമിന കൂടി ചേരുന്നു. ഫെമിന, അഴിമതി നിരോധന നിയമപ്രകാരം അടക്കമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. മാത്രമല്ല, ഈ ചോദ്യപേപ്പർ ലക്ഷങ്ങൾക്ക് മറച്ചുവിറ്റു എന്നടക്കം ആരോപണങ്ങളാണ് നിലനിൽക്കുന്നത്. എന്തായാലും നാളെ ആയിരിക്കും കോടതി വാദം കേൾക്കുക. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അതെ, ദില്ലിയിലെ റോസ് അവന്യൂ കോർട്ടിലാണ് ഇപ്പോൾ സിബിഐ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഈ നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 13 പേർക്കെതിരെയാണ്, 13 സ്വകാര്യ വ്യക്തികൾക്കെതിരെയാണ് ഇപ്പോൾ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള അതിവേഗ കോടതിയായിരിക്കും റോസ് അവന്യൂ കോർട്ടിൽ ഈ ഒരു വാദം കേൾക്കുക. കഴിഞ്ഞ ദിവസം സിബിഐയുടെ അഭിഭാഷകൻ ഹാജരാകാത്തതിനെ തുടർന്ന് അതിവേഗ കോടതിയുടെ പരിഗണനയിൽ വന്ന ഒരു കേസ് മാറ്റിവെച്ചിരുന്നു. ഇപ്പോൾ ഇത്തരത്തിൽ നേരത്തെ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അതിവേഗ കോടതിയായിരിക്കും ഇത്തരത്തിലുള്ള നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയിലെ കേസുകൾ തീർപ്പാക്കുക എന്നുള്ളത്. ഇപ്പോൾ കോടതിയുടെ പരിഗണനയിൽ ഈ കുറ്റപത്രം കൂടി സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അഴിമതി നിരോധന നിയമപ്രകാരം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ ചുമത്തി തുടങ്ങിയിട്ടുള്ള വകുപ്പുകളാണ് ഇപ്പോൾ ഈ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 13 പേർക്കെതിരെയാണ്, 13 പേരാണ് ചാർജ് ഷീറ്റിൽ പേരുള്ളത്. അതിൽ യശ് യാദവ്, മംഗൾ ബിവാൽ, ദിനേശ് ബിവാൽ, വികാസ് ബിവൽ തുടങ്ങിയിട്ടുള്ള, അതുപോലെ തന്നെ പരീക്ഷാ നടത്തിപ്പ് ചുമതലയുണ്ടായിരുന്ന, പരീക്ഷാ പേപ്പർ തയ്യാറാക്കിയ അധ്യാപകർ ഉൾപ്പെടെ ഈ കുറ്റപത്രത്തിൽ ഉൾപ്പെടുന്നു. എന്നാൽ സിബിഐ ഉദ്യോഗസ്ഥരുടെ പേര് ആരുടെയും പേരില്ലാതെയാണ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്നത്. ശരി, നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ 13 പ്രതികൾക്കെതിരെ സിബിഐ കുറ്റപത്രം സമർപ്പിച്ചു. നാളെ ആയിരിക്കും വാദം കേൾക്കുക. ഫെമിനിയാണ് വിവരങ്ങളുമായി ചേർന്നത്.